ചിന്നു വാതിൽ തുറക്കുന്നില്ല. എന്റെ ഈശ്വര, ഇതൊരു മനഃപൂർവ്വം ചെയ്തതാ എന്നെ ചതിക്കാൻ. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വാതിൽ തുറന്നൊന്ന് പോവാൻ നോക്ക്. തീർന്നു, എല്ലാം തീർന്നു. അതെ, അകത്ത് കിടക്കുന്ന ആ കള്ളിച്ചിന്നു പുറത്തു പോവാതിരിക്കാനേ ഞാൻ ദേ പുറത്തുനിന്ന് വാതിൽ പൂട്ടിയിരിക്ക. അതേതായാലും നന്നായി. വാതിൽ തുറക്ക. ഇന്ന് രണ്ടിലൊന്ന് അറിയണം, എന്നിട്ട് മതി മറ്റെന്തും. അയ്യോ, എന്നെ ഇങ്ങനെ നാണം കിടത്തി കൊല്ലാനാണോ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്? ഇതിലും ഭേദം എന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നൂടായിരുന്നു നിങ്ങൾക്ക്. വാ വാ. അവളെവിടെ? അവളോ? ഏതവള്? മഹി, നിന്റെ കൂടെ ഈ റൂമിലുണ്ടായിരുന്നവള്. അവൾ എവിടെന്നാ ചോദിച്ചത്? ഏട്ടത്തിന്റെ മുറിയിൽ ആകെയുള്ളൊരു സ്ത്രീ ഏട്ടത്തിയല്ലേ? വേറെ ഏത് സ്ത്രീയാണ് ഇവിടെ ഉള്ളത്? ഏട്ടനോടൊപ്പം വേറെ ഏതെങ്കിലും സ്ത്രീ ഇവിടെ താമസിക്കുന്നുണ്ടോ? മഹി, ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്നെ കുറിച്ച് അനാവശ്യം പറയാം, അപ്പൊ ആർക്കും ഒരു ദണ്ണമില്ല. ഏട്ടനെ കുറിച്ച് പറഞ്ഞപ്പോ പൊള്ളുന്നുണ്ടല്ലേ? ചിന്നു എവിടെ? അവൾ അമ്മയുടെ ജോലിക്കാരിയല്ലേ? അവൾ എവിടെ ഉണ്ടെന്ന് അമ്മയ്ക്കല്ലേ അറിയാവൂ? അല്ലെങ്കിൽ ചന്ദ്രാമ്മയോട് ചോദിക്കണം, ചന്ദ്രാമ്മയ്ക്കറിയായിരിക്കും. ദക്ഷ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. വേറെ ആരെക്കുറിച്ചും ഇവിടെ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ശരി, നീ ഇപ്പൊ എന്റെ റൂമിലോട്ട് എന്തിനാ വന്നത്? ഏട്ടത്തിക്കറിയാലോ, ഏട്ടനല്ലേ പറഞ്ഞത് ഞാൻ ഫാമിലി ബിസിനസിന്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തണമെന്ന്. ബിസിനസിനെ കുറിച്ച് ഏട്ടനോട് സംസാരിക്കണമെങ്കിൽ ഞാൻ ഈ മുറിയിലേക്ക് തന്നെയല്ലേ വേണ്ടത്. ചേട്ടനെ കാണാൻ ഞാനിവിടെ വന്നു. അപ്പോ ആരോ മുറി പുറത്തുനിന്ന് പൂട്ടി. അതാരാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതാരാണെങ്കിലും എന്റെ കൈ കിട്ടിയാ അടിച്ച് കരണം ഞാൻ പൊളിച്ചേനെ.